നല്ലവരായി നമുക്ക് ജീവിക്കണം. അങ്ങനെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അവരുടെ സുഖലോകമായ സ്വർഗം നമുക്ക് ലഭിക്കണം. ആ ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അല്ലാഹു തആല അവരുടെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ നാം ഒക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതിനു വേണ്ടി അധ്വാനിക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഏവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിനെ ഓർക്കുക. ആ മജ്ലിസാണ്, അങ്ങനത്തെ മജ്ലിസുകളാണ് ഇൽമിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകൾ. നാം ഇവിടെ മജ്ലിസുകളൊക്കെ നടത്തുമ്പോൾ പല ആളുകളും അതിനെ പുച്ഛിക്കാറുണ്ട്, കൊച്ചാക്കി കാണാറുണ്ട്. അവർക്ക് ദീനിയായ ബോധമില്ല, അല്ലാഹുവിനെ കുറിച്ച് അറിയില്ല, അവർക്ക് ആത്മീയമായി ഉയരാൻ സാധിക്കുകയില്ല. കാരണം നാം ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, നമുക്ക് നന്നാവണം എന്ന ഉദ്ദേശമാണ്. വേറൊരു ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല. അപ്പോ അല്ലാഹുവിന്റെ ദിക്ർ നടക്കുന്ന സദസ്സിലേക്കൊക്കെ നാം പോവുകയും സജീവമായി പങ്കെടുക്കുകയൊക്കെ ചെയ്യണം. അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട്, അല്ലാഹുവിനെ സ്മരിക്കലിനെ തൊട്ട് ഒരിക്കലും നാം തിരിഞ്ഞു കളയാൻ പാടില്ല. അങ്ങനെ തിരിഞ്ഞു കളഞ്ഞാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, എത്ര വലിയ മുതലാളിയാവട്ടെ, സമ്പന്നനാവട്ടെ, ആരാവട്ടെ, അവരെല്ലാവരും നാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല, ഒരു ജീവിതം നാം നയിക്കാൻ പാടില്ല. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകിയത് നാഥനായ റബ്ബാണ് എന്ന പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടാവണം. വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിനെക്കോട്ട് തിരിഞ്ഞു കളയുന്ന വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തു ത്വായിലൂടെ എന്താണ് അല്ലാഹു തആല പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട്, അല്ലാഹുവിനെ സ്മരിക്കലിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകൾ, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവർക്ക് ഫഇന്ന ലഹു മഈശത്തൻ ദൻകാ, നിശ്ചയമായും തീർച്ചയായും അവർക്ക് കുടുസായ ജീവിതം വരാനുണ്ട്. കുടുസായ ജീവിതം അവർക്കുണ്ട്. മാത്രമല്ല വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅ്മാ, അല്ലാഹു ജല്ല ജലാലു അന്ത്യനാളിൽ അവരെ കുരുടനായി, അന്ധനായി ഒരുമിച്ച് കൂട്ടുന്നതാണ്. കണ്ടു കാണാത്തവരായി അന്ത്യനാളിൽ അല്ലാഹു തആല അവരൊരുമിച്ച് കൂട്ടും. ആരെ? അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകളെ. മാത്രമല്ല അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആളുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമാ ശറതനി അഅ്മാ വഖദ് കുൻതു ബസീറാ. റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഭൗതികമായ ലോകത്ത് വെച്ച് ഞങ്ങൾ നല്ല കണ്ണ് കാണുന്ന ആളുകളായിരുന്നു, കണ്ണിന് കാഴ്ച ശക്തി ഉള്ളവരായിരുന്നല്ലോ. ഇപ്പോൾ എന്താണ് കുരുടനായി, അന്ധനായി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് എന്നതാ ആളുകൾ അല്ലാഹുവിനോട് പരാതി ബോധിപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല പറയുകയാണ്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലിക അൽയൗമ തുൻസാ. അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്,
എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് വന്നപ്പോ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്തില്ല, നിങ്ങൾ മറന്നു കളഞ്ഞു, യാതൊരു മൈൻഡ് നിങ്ങൾ കാണിച്ചില്ല. അപ്രകാരം തന്നെ ഇന്ന് ഈ ദിവസം ഞാൻ നിങ്ങളെ മറന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിസ്മരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ജല്ല ജലാലു അവരോട് പറയുകയാണ്. പോരാ മുഅ്മിനീങ്ങളെ, വീണ്ടും അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്, വകദാലിക നജ്സി മൻ അസ്റഫ വലം യുമിൻ ബിആയാതി റബ്ബി ഫലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ. ഇപ്രകാരം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ട് അതിൽ വിശ്വസിക്കാതെ അതിന് വിട്ട് പ്രവർത്തിച്ച ആളുകൾക്കുള്ള പ്രതിഫലം ഇതാണ്. ഭൗതികമായ ലോകത്ത് അല്ലാഹു തആല നൽകുന്ന, അവർക്ക് നൽകുന്ന പ്രതിഫലം ഇതാണ്. മാത്രമല്ല വലഅദാബുൽ ആഖിറതു അശദ്ദു വഅബ്ഖാ. അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്, പാരത്രികമായ ലോകത്തെ അവർക്കതേ കഠിനമായ ശാശ്വതമായ അദാബുണ്ട്. അപ്പോ അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകൾ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, അദാബുണ്ട്. മാത്രമല്ല കുടുസായ ജീവിതം അവർക്കുണ്ട്. പോരാ, അവർക്ക് ഇരു കണ്ണിനും കാഴ്ചയില്ലാത്തവരായിട്ടാണ് അല്ലാഹു ജല്ല ജലാലു അന്ത്യനാളിൽ അവർ ഒരുമിച്ച് കൂട്ടുക എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു ജല്ല ജലാലു പഠിപ്പിക്കുമ്പോൾ, മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിനെ സ്മരിക്കണം, അല്ലാഹുവിനെ ദിക്ർ ചെല്ലണം, സ്വലാത്ത് ചെല്ലണം. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദിക്റിന് വലിയ സ്ഥാനമുണ്ട്, സ്വലാത്തിന് വലിയ സ്ഥാനമുണ്ട്, പറയേണ്ടതില്ല. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ദിക്ർ ചൊല്ലുന്നവരെ തേടി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. ആ മലക്കുകൾ ദിക്ർ ചൊല്ലുന്നവരെ കണ്ടെത്തി അവർക്ക് പരസ്പരം വിളിച്ചു പറയും, അലുമൂഹില ആദത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയും. പോരാ, അവരുടെ ആകാശം മുതൽ ഒന്നാം ആകാശം വരെ അവരുടെ ചിറകുകൾ ദിക്ർ ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടി വിധിച്ചു കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അല്ലാഹു അവരോട് ചോദിക്കും, മലക്കുകളോട് ഇത് കണ്ടപ്പോൾ അല്ലാഹു ചോദിക്കും, അല്ലാഹുവിനോട് അവർ ചോദിക്കുകയാണ്, എന്താണ് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? മലക്കുകളോട് ചോദിക്കാം, ആ അടിമകൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറയും, സബ്ബിഹൂനക വയകബ്ബിറൂനക വയഹ്മദൂനക വയമജ്ജിദൂനക. അല്ലാഹുവേ, നിന്റെ പേരിൽ അവരെല്ലാം തസ്ബീഹ് ചൊല്ലുകയാണ്, നിനക്ക് വേണ്ടി തക്ബീറും ഹംദും സ്വലാത്തും അതുപോലെ നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മലക്കുകൾ പറയുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, അൽഅറൂനി, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകളെ, അവർ എന്നെ ദർശിച്ചിട്ടുണ്ടോ? അപ്പോൾ മലക്കുകൾ പറയുകയാണ്, വല്ലാഹി ഇല്ല, അവർ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ എത്രമാത്രം അവർ ദിക്റും തസ്ബീഹും തക്ബീറും തൻസീലും ചെല്ലുമായിരുന്നു എന്നതാ അല്ലാഹു തആല അവരോട് പറയുകയാണ്. വീണ്ടും അല്ലാഹു തആല ചോദിക്കുകയാണ്, എല്ലയോ മലക്കുകളെ, ഫമാദാ യസ്അലൂൻ, അവർ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മലക്കുകൾ പറയുകയാണ്, റബ്ബേ, അവരതാ സ്വർഗ്ഗം ചോദിക്കുകയാണ്. വീണ്ടും റബ്ബ് ചോദിക്കുകയാണ്, എല്ലയോ മലക്കുകളെ, അവര് സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ? അപ്പൊ മലക്കുകൾ പറയുന്നു, വല്ലാഹി അവർ ഇന്ന് വരെ സ്വർഗ്ഗം കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹു തആല പറയുകയാണ്, സ്വർഗ്ഗം അവരെ കണ്ടിരുന്നെങ്കിൽ എത്രമാത്രം ആ സ്വർഗ്ഗത്തെ ചോദിക്കുകയും ആ സ്വർഗ്ഗത്തിലേക്ക് അവർ ആഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു.
വീണ്ടും അതാ അല്ലാഹു ജല്ല ജലാലു മലക്കുകളോട് ചോദിക്കുകയാണ് എല്ലയോ മലക്കുകളെ, എന്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത്? അപ്പോൾ അതാ മലക്കുകൾ പറയുകയാണ്, റബ്ബേ, നരകത്തിൽ നിന്ന് അവരതാ നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബേ. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, എല്ലയോ മലക്കുകളെ, അവർ നരകം കണ്ടിട്ടുണ്ടോ? അപ്പോൾ മലക്കുകൾ പറയുകയാണ്, വല്ലാഹി റബ്ബേ, അവർ നരകം കണ്ടിട്ടില്ല. നരകം ഒരിക്കലും പോലും അവർ കണ്ടിട്ടില്ല. ആ നരകത്തിലെ അദാബ് അവർ ദർശിച്ചിട്ടില്ല റബ്ബേ. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ആ നരകമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എത്രമാത്രം അതിൽ നിന്ന് അവരതാ കാവൽ ചോദിക്കുകയും ആ നരകത്തെ തൊട്ട് അവർ ഓടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അതാ അല്ലാഹു തആല പറയുകയാണ്, എല്ലയോ മലക്കുകളെ, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് അവർക്ക് പറയുകയാണ്, ആ മജ്‌ലിസിൽ പങ്കെടുത്ത, ദിക്റിന് വേണ്ടി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോ മലക്കുകൾ ചോദിക്കുകയാണ്, റബ്ബേ, ഒരു മലക്കഥ അതിൽ നിന്ന് ചോദിക്കുകയാണ്, റബ്ബേ, ആ കൂട്ടത്തിൽ വേറെ ഉദ്ദേശമുള്ള ആളുകളുമുണ്ട്, മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി ആളുകളുമുണ്ട്. ഇത് കേട്ടപ്പോൾ റബ്ബ് പറയുകയാണ്, അവരുടെ കൂടെ ഇരുന്നവർക്കുമെല്ലാം ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, അവരും പരാജയപ്പെടില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഹദീസ് ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തത് കാണാം. അപ്പോൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾക്ക്, തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമാണ്. അവരെ പോലെ സ്ഥാനമുള്ള ആളുകൾ ഭൂമിയിലില്ല, ഈ ലോകത്തില്ല. ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അതേ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ നമ്മൾ മടി കാണിക്കണ്ട, സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരാൻ നമ്മൾ മടി കാണിക്കണ്ട. പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മൾ മാത്രം പങ്കെടുത്താ പോരാ, നമ്മളെ മക്കളെ കൊണ്ടുവരണം, നമ്മുടെ യുവാക്കളെ മജ്‌ലിസിൽ പങ്കെടുപ്പിക്കണം. അവർക്കെല്ലാം അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നല്ലവരായി ജീവിക്കാൻ റബ്ബ് നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.